സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പരസ്യ സംവാദത്തിന്. വികസന കാര്യങ്ങളിൽ സംവാദത്തിനുണ്ടോ എന്ന പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി മുഖ്യമന്ത്രി സ്വീകരിച്ചു. സ്ഥലവും സമയവും തീരുമാനിച്ചറിയിക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ മറുപടി കൂടി ലഭിച്ചതോടെ തെരഞ്ഞെടുപ്പ് കളം കൂടുതൽ ചൂടുപിടിക്കുമെന്ന് ഉറപ്പായി. വളരെ സന്തോഷം. അത് ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. വികസന വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് സംവാദത്തിന് വെല്ലുവിളിച്ചത് ഇന്നലെ. LDFന്റെ റിപ്പോർട്ട് കാർഡ് പങ്കുവച്ചുകൊണ്ട് വെല്ലുവിളി മുഖ്യമന്ത്രി സ്വീകരിച്ചു. ഫേസ്ബുക്കിലൂടെയാണ് സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങളിൽ സംവാദമായാലോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചത്. ഏറ്റവും വലിയ സംവാദവേദിയായ നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം പോലും അവതരിപ്പിച്ചില്ലെന്നും മുഖ്യമന്ത്രി. ഈ ഏറ്റവും വലിയ സംവാദത്തിന്റെ സ്ഥലം അസംബ്ലിയാണ്. കഴിഞ്ഞ അസംബ്ലിയിൽ എന്താ ഉണ്ടായത്? നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ച, അടിയന്തര പ്രമേയം. ഒരടിയന്തര പ്രമേയം അവതരിപ്പിച്ചില്ല. ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഗവൺമെന്റിനെതിരെ ഒരു കുറ്റവിചാരണ നടത്താൻ പ്രതിപക്ഷം തയ്യാറാവും. ഏത് പ്രതിപക്ഷമായാലും അതിനവർക്ക് ഏറ്റവും പറ്റിയ മാർഗ്ഗം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരില്ല. അതായത് പലതും ചെയ്യും. അപ്പം ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന കാര്യമുണ്ടായത്. സംവാദം ഏറ്റെടുത്ത സ്ഥിതിക്ക് സ്ഥലവും തീയതിയും തീരുമാനിച്ചു കൊള്ളാൻ പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. പറയുന്ന സമയത്ത് പറഞ്ഞ സ്ഥലത്ത് താൻ എത്തുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. ഡീൽ വിവാദങ്ങൾ മാറി തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയായി വികസന വിഷയങ്ങൾ അവസാന ദിവസങ്ങളിൽ കടന്നു വരികയാണ്. സ്ഥലവും സമയവും തീരുമാനിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നാണ് ഇനി കാത്തിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദം എന്ന ചരിത്രം കേരളം കാണും. ബിഗ് TV, തിരുവനന്തപുരം.